ഹായ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. കർണാടകയിലെ ധർമ്മസ്ഥല ഭയങ്കര ഫേമസ് ആയ നാടായി മാറിയിരിക്കുകയാണ് കർണാടകയിലെ ധർമ്മസ്ഥല. പക്ഷെ ഒരു കാര്യം അറിയാമോ? ധർമ്മസ്ഥലയിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട് ഒട്ടേറെ വർഷങ്ങളായി മാറി. ഒരു പെൺകുട്ടിയല്ല, അനവധി പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു തുമ്പും, ആ കേസിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ സാധിക്കാതെ പോലീസുകാരാണെങ്കിൽ കട്ട കോമഡി പോലെ ശോകം, എപ്പോഴും ഒരു ശോകാവസ്ഥ. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം ആ കേസ് കയ്യിലെടുത്ത CBI ആണെങ്കിൽ അതും വളരെ എന്ത് ചെയ്യാനാ. CBIക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസിന്റെ തുമ്പും വാലും ഒന്നും കിട്ടിയില്ല. അവര് എന്തൊക്കെയോ പറഞ്ഞ് കേസ് ഇവിടെ നിർത്തുന്നു, ഇതിൽ കുറ്റവാളികളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് CBI വരെ അവരുടെ കൊമ്പ് ഒടിച്ചിട്ടുണ്ട് പോയ ഒരു കേസാണ് സൗജന്യ കൊലക്കേസ്. പാവപ്പെട്ട ചന്തപ്പ ഗൗഡയുടെയും കുസുമവതിയുടെയും മകളാണ് സൗജന്യ എന്ന 17 വയസ്സുകാരി. STM കോളേജിലാണ് പഠിക്കുന്നത്. എവിടെയാണ് STM കോളേജ് എന്ന് ചോദിച്ചാൽ കർണാടകയിലെ ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജാണ് STM കോളേജ്. അവിടുത്തെ വിദ്യാർത്ഥിനിയാണ് സൗജന്യ, 17 വയസ്സുകാരി. 2012 ഒക്ടോബർ 9-ാം തീയതിയാണ് സൗജന്യ കൊല്ലപ്പെട്ടതായിട്ട് ആ വനമേഖലയിൽ നിന്നും അങ്ങനെ കാട്ടുതീ പോലെ പടർന്നു. എങ്ങനെയാണ് സൗജന്യ കൊല്ലപ്പെട്ടത്, എന്തായിരുന്നു കാരണമെന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്തുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടുകിട്ടുന്നത് ഭൂമി കൈവശം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ഭൂ ഉടമകളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഭൂ ഉടമകൾ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ധർമ്മസ്ഥല ട്രസ്റ്റിന് തന്നെ വലിയ തോതിലുള്ള പങ്കുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊന്നും അവിടുത്തെ പോലീസിനോ അവിടുത്തെ നിയമ വിദഗ്ധർക്കോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും വലിയ സംഭവമായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെയാണ് സൗജന്യ എന്ന് പറഞ്ഞ പെൺകുട്ടി കൊല്ലപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭൂ ഉടമകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന്. അവിടെ നിറയെ ഭൂമിയുള്ള ഒരു ആളുണ്ടായിരുന്നു. അയാൾക്ക് സൗജന്യയുടെ അതേ മുഖഛായയും അതേ പ്രായവുമുള്ളൊരു മകളുണ്ടായിരുന്നു. അപ്പൊ ഈ ഭൂ ഉടമയുടെ കയ്യിൽ നിന്നും ഈ ഭൂമി മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറെ ഗുണ്ടാ സംഘങ്ങൾ, ഗുണ്ടാപ്പണിയുള്ള ടീമുകൾ വന്നിട്ട് ഇങ്ങനെ എന്നും അത് വിലപേശലാണ്. രണ്ട് ഭൂ ഉടമകൾ തമ്മിലുള്ള വിലപേശലിൻ്റെ ഇടയിൽ കുറെ ഗുണ്ടാ സംഘങ്ങളും കൂടി ചേർന്നിട്ട് വിലപേശലും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ട് പോയത്. പക്ഷെ ഈ ഭൂമി കൊടുക്കാനായിട്ട് അയാൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇവരുടെ മനസ്സിൽ പക വളർന്നു. ആർക്ക് പക വളർന്നു? ഭൂമി കിട്ടാത്ത സംഘങ്ങൾക്ക് പക വളർന്നു. അവര് ഇയാളെ തീർക്കാനുള്ള പരിപാടി ഇട്ടു. പക്ഷെ ഇയാളെ തീർക്കുന്നതിന് മുമ്പായിട്ട് ഇയാൾക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മകളെ ഇല്ലാതാക്കണം. അങ്ങനെ ആ മകളെ ഇല്ലാതാക്കാനായിട്ട് ഇവർ കാത്തിരുന്നു. അങ്ങനെ ഇവർ നേത്രാവതി പുഴയുടെ ഓരത്തെ ബസ് സ്റ്റോപ്പിന് സമീപമായിട്ട് കാത്തിരുന്നു. അപ്പൊ അവിടെ 2012 വർഷത്തിലെ ഒക്ടോബർ മാസത്തിലെ ആ ദിവസം 8-ാം തീയതി വൈകുന്നേരം സൗജന്യ വന്ന് ബസ് ഇറങ്ങുന്നു. 4:15 സൗജന്യ എന്നും വന്ന് വൈകുന്നേരം ബസ് ഇറങ്ങുന്നത്. കോളേജിൽ പോയിട്ട് വന്ന് ബസ് ഇറങ്ങുന്നത് 4:15. 4:15 ബസ് ഇറങ്ങിയ സൗജന്യ വീട്ടിലേക്ക് നടന്നെത്തുന്നത് വെറും 15 മിനിറ്റ് മാത്രം മതി. അത്ര ദൂരമേ ഉള്ളൂ. അന്ന് ആ പെൺകുട്ടി നിർഭാഗ്യവശാൽ അവിടെ വന്ന് ബസ് ഇറങ്ങിപ്പോയി. അതാണ് ആ പെൺകുട്ടി കൊല്ലപ്പെടാനുള്ള കാരണം. ഇല്ലെങ്കിൽ ഈ ഭൂ ഉടമയുടെ മകളായിരിക്കും കൊല്ലപ്പെടുന്നത്. ഭൂ ഉടമയുടെ മകളെ തേടിയാണ് അവിടെ വന്നു നിന്നത്. അവർക്ക് തെറ്റിപ്പോയി. അവർ ഈ മുഖ സാദൃശ്യമൊക്കെ ഒരേപോലെയാണെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ വെച്ച് നോക്കി നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയി തട്ടിക്കൊണ്ടുപോയത് സൗജന്യയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴും സൂചിപ്പിക്കുന്നതും പറയുന്നതും. പക്ഷെ പോലീസുകാർക്ക് ഇതൊന്നും വേണ്ട. ഉന്നതന്മാരാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുള്ള ടീംസുകളൊക്കെ. അപ്പൊ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഉന്നതന്മാരൊക്കെ കുടുങ്ങും. അതുകൊണ്ട് കർണാടകയിലെ, അതായത് ധർമ്മസ്ഥലയിലെ പോലീസും ബെൽത്തങ്ങാടിയിലെ പോലീസും ഒക്കെ നല്ലപോലെ മറവി രോഗമൊക്കെ ബാധിച്ചവരില്ലേ, അവർക്ക് പിന്നെ ഓർമ്മകൾ ഉണ്ടാവില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതേപോലെയാണ് പോലീസിന്റെ ഒക്കെ ഓരോരോ അഭിനയം. ഈ സൗജന്യയെ കാണാതായതിനു ശേഷം സൗജന്യയുടെ അച്ഛൻ അവിടെ ആകെ അന്വേഷിച്ച് നടന്നു. അവിടെ ആ നാട് മൊത്തം അന്വേഷിച്ച് നടന്നു. അയാൾക്കറിയാം ഈ നാട് ശരിയല്ല, നാട്ടിലുള്ള കുറേ ഗുണ്ടാ സംഘങ്ങളുണ്ട്, പിടിച്ചുപറിയുണ്ട്, പീഡനമൊക്കെ നടക്കുന്ന ഏരിയയാണ്. അത് കാരണം ആ മനുഷ്യൻ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ച് ഓടിയൊക്കെ നടന്നു. ഒരു അച്ഛൻ്റെ വേദന മനസ്സിലാക്കണം, ഒരു അച്ഛൻ്റെ വിങ്ങൽ മനസ്സിലാക്കണം. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായപ്പോൾ അച്ഛൻ ഒരുപാടേറെ വിഷമിച്ചു, അത്രയേറെ പേടിച്ചു അല്ലേ. പേടിക്കേണ്ട പ്രായമാണ് 17 വയസ്സ്. അച്ഛൻ അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു, ധർമ്മസ്ഥലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പോലീസുകാരോട് ഈ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, കണ്ടെത്തുന്നത് ഈ 24 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തുന്ന ഡ്യൂട്ടി മാതാപിതാക്കൾക്കുള്ളതാണ്, നിങ്ങൾ തിരയോ എവിടെയെങ്കിലൊക്കെ. അങ്ങനെ പറഞ്ഞയച്ചു. ആ അച്ഛൻ നിരാശപ്പെട്ട് പിന്നെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ആ പോലീസുകാർ പരാതി തന്നേക്കെന്ന് പറഞ്ഞ് മേടിച്ച് കയ്യിൽ വെച്ചു. എന്നിട്ട് അവരും ഇതേപോലെ തന്നെ അന്വേഷിച്ച് നോക്ക്, ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തില്ല. അങ്ങനെ ഈ പോലീസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറക്കി കഴിഞ്ഞപ്പോൾ ഈ ചന്ദ്രപ്പ ഗൗഡയും കുസുമവതിയും പിന്നെ മറ്റു ബന്ധുക്കളൊക്കെ ചേർന്നിട്ട്
നേത്രാവതി പുഴയുടെ ഓരത്തൊരു വനമുണ്ട്. ആ വനത്തിലൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി അവർ അങ്ങോട്ടൊക്കെ അന്വേഷിക്കാനായിട്ട് പോയി. രാത്രിക്ക് തന്നെ പോയി അവിടെയൊക്കെ. കാരണം ആ വനത്തിൻ്റെ അകത്ത് എപ്പോഴും ഈ കൊള്ള സംഘങ്ങൾ, ഈ ക്രിമിനൽസ് ഒക്കെ തമ്പടിച്ചിരുന്ന് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഏരിയ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് അന്വേഷിക്കാമെന്ന് ആ പാവങ്ങൾക്ക് തോന്നി. അങ്ങനെ അന്വേഷിച്ച് പോയി. പക്ഷെ അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടിയില്ല, യാതൊന്നും കിട്ടിയില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ, അതായത് 2012 ഒക്ടോബർ 9 അങ്ങോട്ട് ആളുകളൊക്കെ ഇങ്ങനെ ഇരച്ചു പാഞ്ഞു ചെന്നു. പോലീസ് വണ്ടികൾ ചെന്നു. അവിടെ നിന്നും വിവസ്ത്രയായ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടുകിട്ടി ആ വനത്തിനുള്ളിൽ നിന്നും. അവളുടെ ശവശരീരം കാണണം, അത്രയേറെ ഭീകരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്നും സൂചിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നാഷണൽ മീഡിയയിൽ വന്നിരിക്കുന്ന ന്യൂസുകളൊക്കെ ഇപ്പോഴും സൂചിപ്പിക്കുന്നത് അതാണ്. കാരണം അത്രയേറെ വികൃതമാക്കി കളഞ്ഞു മുഖമൊക്കെ. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളൊക്കെ ഇടിച്ച് തകർത്തിരിക്കുകയാണ്. വളരെ വേദനയോടുകൂടി ചങ്ക് പൊട്ടും വിധത്തിൽ ഉറക്കെ കരയുകയായിരുന്നു ആ പാവം അമ്മ. കുസുമവതി ബോധരഹിതയായിട്ട് വീണു. തൻ്റെ മകളുടെ ചേതനയേറ്റ ശരീരം കണ്ട് കുസുമവതി അവിടെ തളർന്നു വീണു. പിന്നീട് ഇവർ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പോലീസിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തണം. ഉടനെ കുറേ ആളുകൾ ചേർന്ന് ഒരു പ്രതിയെ ഉന്തിത്തള്ളി ഒച്ച വെച്ച് തല്ലി തവിട് ഓടിയാക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് തള്ളി. ദേ കിടക്കുന്നു ആ പെൺകുട്ടിയെ കൊന്ന നരാധമൻ എന്ന രീതിയിൽ അവർ സംസാരിച്ചു. പോലീസുകാരൻ വേഗം തന്നെ ഈ ആളെ അകത്തേക്ക് കൊണ്ടുപോയി പോലീസിന്റെ ഭാഗത്തു നിന്നും കുറേ തല്ലും ഒക്കെ കൊടുത്തു. ആരായിരുന്നു ആ പ്രതി എന്നറിയാമോ? ഈ ധർമ്മസ്ഥല പരിസരത്തെ ചുമ്മാ യാചിച്ചൊക്കെ മറ്റുള്ളവരോടൊക്കെ കൈ നീട്ടിയൊക്കെ, അയാൾക്ക് പണ്ടൊക്കെ ചെറിയ ജോലികളൊക്കെ ഉണ്ടായതാണ്. ഈ ക്ഷേത്രത്തിന്റെ ജീവനക്കാരൻ എന്ന രീതിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാവം മനുഷ്യനായിരുന്നു. പിന്നീട് മാനസിക വിഭ്രാന്തിയൊക്കെ വന്നു, യാചകനായി മാറി ഈ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്ന ഒരാളാണ്. സന്തോഷ് റാവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതായത് ആരെങ്കിലും പൈസ വെച്ച് നീട്ടി അതുപോലും മേടിക്കാനുള്ള അറിവോ തിരിവോ ഇല്ലാത്തൊരു സാധു മനുഷ്യൻ. ഭക്ഷണം കൊടുത്താൽ കഴിക്കും. അങ്ങനെയുള്ള ഒരാളെയാണ് അവിടെ കൊണ്ടുവന്നത്. സന്തോഷ് റാവു എന്നാണ് ഇയാളുടെ പേര്. അയാളെ പോലീസ് നല്ലപോലെ ഉപദ്രവിച്ചു. ബൂട്ടിന്റെ ചവിട്ടേറ്റ് സന്തോഷ് റാവു ഉറക്കെ കരഞ്ഞു. പോലീസുകാർ ആ പാവത്തിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു എന്ന് വേണം പറയാൻ. അപ്പോഴേക്കും മെഡിക്കൽ റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ, സൗജന്യയെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ റിപ്പോർട്ട് എത്തി. ആ റിപ്പോർട്ടിൽ പറയുന്നത് കൂട്ടബലാത്സംഗത്തിന് ഇരയായാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ടുള്ളതെന്ന് മെഡിക്കൽ സർജന്റെ റിപ്പോർട്ട് എത്തി. പക്ഷെ ഒരു കാര്യം ഓർക്കണൂട്ടാ, ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയായാണ്, ഗ്യാങ് റേപ്പിന് ഇരയായാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടതെന്ന് സൂചിപ്പിക്കുമ്പോഴും ഇവിടെ സന്തോഷ് റാവു എന്ന ഒരാളെയാണ് ഇവര് കുറ്റവാളി എന്ന തരത്തിൽ ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കി. അപ്പൊ ഈ അച്ഛനും അമ്മയും, സൗജന്യയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ പറഞ്ഞു സന്തോഷ് റാവു അല്ല ഇത് ചെയ്തിട്ടുള്ളത്, ഒന്നുകൂടെ അന്വേഷിക്കണം, പ്രിയപ്പെട്ട സാറേ പോലീസേ ഒന്നുകൂടി അന്വേഷിക്കണം എന്നൊക്കെ അവർ കാല് പിടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ ഇവർ തയ്യാറായില്ല. ഇവർക്ക് സന്തോഷ് റാവുവിനെ പ്രതിയായിട്ട് ചേർക്കണമെന്ന് നിർബന്ധം. അങ്ങനെ പോലീസ് അവരുടെ FIRൽ എഴുതി ചേർത്തു, സന്തോഷ് റാവുവാണ് സൗജന്യയെ പീഡിപ്പിച്ച് കൊന്നിട്ടുള്ളത്. അങ്ങനെ കേസ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, വിചാരണകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ കുറെ ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഈ സൗജന്യ കൊല്ലപ്പെട്ട സമയത്ത് സൗജന്യയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച സ്രവങ്ങൾ കൃത്യമായ രീതിയിൽ ഫോറൻസിക് റിപ്പോർട്ടിലേക്ക് കൊടുക്കാനോ ഒന്നും ഈ നിയമപാലകർക്ക് കഴിഞ്ഞില്ല. അവർ വൈകിപ്പിച്ചു. ഡെഡ് ബോഡിയെ മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സമയം ഏറെ ഇങ്ങനെ നാളുകൾ ഏറെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകും പോലെ, സമയം കഴിഞ്ഞു പോട്ടെ, ബോഡി അവിടെ കിടക്കട്ടെ, നമുക്ക് നോക്കാം എന്ന രീതിയിൽ. അതെന്താന്ന് വെച്ചാൽ ഈ ശരീരത്ത് ഈ സൗജന്യ കൂട്ടബലാത്സംഗത്തിന് ഇരയായാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ, മെഡിക്കൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ സൗജന്യയുടെ ശരീരത്ത് മറ്റ് മനുഷ്യരുടെ സ്രവങ്ങളൊക്കെ പല രീതിയിലായിട്ടും പല ഭാഗങ്ങളിലായിട്ടും ഉണ്ടാകാം. അപ്പൊ ആ സ്രവങ്ങളൊന്നും കൃത്യമായ രീതിയിൽ എടുത്ത് സൂക്ഷ്മമായി പരിശോധനയ്ക്ക് അയക്കാനായിട്ട് ഈ പോലീസ് അത് സീരിയസ് ആയിട്ട് ആ കാര്യങ്ങളെ ഒന്നും കണക്കിലെടുത്തില്ല. പിന്നീട് ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ രാസ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഈ സ്രവങ്ങളൊക്കെ കൊണ്ടുപോയിപ്പോയി അതൊക്കെ നിർജീവമായി മാറി. 2-3 ആഴ്ചകളൊക്കെ എത്തിയാണ് ഇവർ പരിശോധനയ്ക്കൊക്കെ ആയിട്ട് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് അതൊക്കെ ശരീരത്തിന്, ഈ ശവശരീരത്തിന് പൂപ്പൽ ബാധിച്ചെന്ന് പറയാം, ആ ഒരു അവസ്ഥയിലേക്ക് ആയി. അങ്ങനെ ആ കേസിന് അവിടെ അവര് ഒരു മറ സൃഷ്ടിച്ചു. പിന്നീട് ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടും മറ്റു പ്രതികളെ അന്വേഷിക്കാനൊന്നും പോലീസിന് യാതൊരുവിധ ഒരു താല്പര്യവും ഇല്ലാത്തൊരവസ്ഥയായി മാറി. അങ്ങനെ 9 വർഷം നീണ്ട വിചാരണ ഇങ്ങനെ കോടതി കയറി ഇറങ്ങലും പോകലും ആയിട്ട് ആ പാവം മാതാപിതാക്കളെ ഇട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. സൗജന്യയുടെ കേസിന്റെ ഒരു തുമ്പും കണ്ടെത്താനായിട്ട് ഒരു നിയമത്തിനും സാധിച്ചില്ല. ഒടുവിൽ 9 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം CBI
ഈ കേസ് ഏറ്റെടുക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് വലിയൊരു പ്രഖ്യാപനം വന്നു. CBI വന്നിട്ട് എന്താ കാര്യം? എല്ലാ തെളിവുകളും നശിപ്പിച്ച് കളഞ്ഞു. ആ പെൺകുട്ടിയെ കൊന്ന നരാധമന്മാരെ, കൊലപാതകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തെളിവുകളും ഇല്ലാതാക്കി കളഞ്ഞതിന് ശേഷം CBI കൊണ്ടുവന്നിട്ട് ഒരു നാടകം കളിക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തു കൊടുത്ത സർക്കാർ. CBI വന്നു. CBI വന്നു കഴിഞ്ഞപ്പോൾ CBIയും ഇതേപോലെ തന്നെ അന്വേഷിച്ചു. CBIയുടെ അന്വേഷണത്തിൽ CBI കണ്ടെത്തി സന്തോഷ് റാവു കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി. ഈ സന്തോഷ് റാവു ആ ഒരു ചെറിയൊരു ഇത് കിട്ടി. അല്ലാതെ ഇതിന്റെ കുറ്റവാളികൾ അപ്പോഴും ഈ മാതാപിതാക്കൾ പറയുകയാണ്, ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് എൻ്റെ മകളുടെ കൊലപാതകയായിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രതി ഈ സന്തോഷ് റാവു അല്ല എന്ന്. അന്ന് ആ അമ്മ ചങ്ക് പൊട്ടി കോടതി മുറിക്കുള്ളിൽ നിന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാൻ ആരും ഉണ്ടായി. നിയമം ഇല്ല വളഞ്ഞ കാലുള്ള കൊട കണ്ടല്ലേ, കാലം കൊടയൊക്കെ, അതുപോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായി മാറി. അങ്ങനെ 2012 നടന്ന ആ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടി ബബ്ലിക്കൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടൂല, അതുപോലെ നീട്ടി വലിച്ചു കൊണ്ടുപോയി 2021 ഒരു സമാപ്തി കുറിച്ചു. ഇനി ഈ കേസിന് തുടർന്നൊരു അന്വേഷണമില്ല. കേസിലെ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ കൂട്ട റേപ്പിന് ഈ പെൺകുട്ടി ഇരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും, കൂട്ട റേപ്പിന് ഇരയായെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നൊന്നും ഓർമ്മ വേണം കേട്ടാ, മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ട് ആ ടൈമിൽ ഒറ്റ ടൈമിൽ ആ പെൺകുട്ടി കൊല്ലപ്പെട്ട് കിട്ടി, അപ്പം തന്നെ അത് മെഡിക്കൽ റിപ്പോർട്ട് എടുത്തതുകൊണ്ട് അത് കിട്ടി, അല്ലെങ്കിൽ അതും കിട്ടില്ല. എന്നിട്ട് പോലും കൂട്ടം ചേർന്ന് ആക്രമണത്തിന് ഇരയായിട്ട് എന്ന് കിട്ടിയിട്ട് പോലും മറ്റു പ്രതികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താനോ, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ കണ്ടെത്താനോ, ആ പെൺകുട്ടി നടന്നു പോയത് കണ്ടു എന്ന് പലരും പറയുന്നുണ്ട്, വീട്ടിലേക്ക് നടന്നു പോകുന്നതായിട്ട്, അവിടെ 4:15 ബസ് ഇറങ്ങിയതായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ശേഖരിച്ച് വലിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കി വലിയൊരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ ഒന്നിനും അവിടുത്തെ പോലീസിന് സാധിച്ചില്ല. നിയമപാലകർക്ക്, നിയമത്തിന്റെ വേഷം അണിഞ്ഞു നടക്കുന്നവർക്ക് സാധിച്ചില്ല. അവരൊക്കെ ഇതിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ആയിട്ടാണ് മുന്നോട്ട് പോയെന്ന് പല റിപ്പോർട്ടുകളും പല പത്രങ്ങളും എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ധർമ്മസ്ഥലയിലെ വാർത്ത നല്ലതുപോലെ ചൂട് പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ സൗജന്യ കൊലക്കേസ് ഇപ്പോഴും അന്വേഷിക്കണമെന്ന് സൗജന്യയുടെ അമ്മ SIT സംഘത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അന്ന് CBI അവസാനിപ്പിച്ച ആ കേസ് തുടർന്ന് അന്വേഷിക്കാനായിട്ട് SIT സംഘത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ മിക്കവാറും സാധ്യത കുറവാണ്. കാരണം CBI അന്വേഷിച്ച കേസ് വീണ്ടും തുടർന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അന്വേഷണ വിഭാഗം എടുക്കാൻ സാധ്യത കുറവാണ്. ഇവിടെ ഈ കർണാടകയിലെ വ്യാപാരികളൊക്കെ വലിയ കള്ളന്മാരാ. അവന്മാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, ആരൊക്കെ അവിടെ വന്ന് ആരൊക്കെ അങ്ങോട്ട് പോണ്. നമ്മളൊരു പുറമേ നിന്ന് ഒരാൾ അങ്ങോട്ട് കയറി വന്നാൽ നമ്മളെ നല്ലതുപോലെ നിരീക്ഷിക്കുന്നവരാണ് ഇവരൊക്കെ. എന്നിട്ട് ഇവരുടെയൊക്കെ ഗ്യാങ് സെറ്റ് കുറേ ടീമുകൾ ഉണ്ടാവില്ല, അവർക്ക് ഇതൊക്കെ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. എല്ലാ കച്ചവടക്കാരും ഞാൻ അടിച്ചങ്ങടെ ആക്ഷേപിക്കണതല്ല, പൊതുവെ അങ്ങനെയാണ്. ഇപ്പൊ 2012 ഈ സൗജന്യയുടെ കൊലപാതകം ഉണ്ടാകുന്നത്. ആ കൊലപാതക പരമ്പര ഉണ്ടായ സമയത്തൊന്നും ഒരു മീഡിയക്കാരൊന്നും അങ്ങോട്ട് കടന്നു പോയിട്ടില്ല. കടന്നു പോകാനുള്ള ധൈര്യമില്ല. കാരണം പുറമേ നിന്ന് വന്നവരൊക്കെ നല്ലപോലെ നിരീക്ഷിക്കുക, അവരുടെ കയ്യിൽ ക്യാമറയുണ്ടോ, അവരെന്തിനു വന്നതാണ്, അവരുടെ പിന്നാലെ ആളുണ്ടാവും. അങ്ങനെ 2012 കേസ് ഇപ്പോൾ തല പൊക്കി വന്നപ്പോഴാണ് എല്ലാ മീഡിയക്കാരും അങ്ങോട്ട് ഒഴുകി പോകുന്നതും ആ കേസ് അന്വേഷിക്കുന്നതും. അവിടെ കുറേ യാചകരൊക്കെ കൊന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തിനു കൊന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യാചകരാണ് അവിടെ നിന്ന് പുറം സ്ഥലത്തേക്ക് വേറെ നാടുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഈ യാചകർ അവിടെ ഉള്ള വാർത്തകളൊക്കെ മറ്റു നാടുകളിൽ പറഞ്ഞു പരത്തുന്നുവെന്ന് അവിടുത്തെ കച്ചവടക്കാർ വഴി അവിടുത്തെ അധികാര വർഗം അറിയുന്നുണ്ട്, അധികാരത്തിലിരിക്കുന്ന ഉന്നതന്മാർ അറിയുന്നുണ്ട്. ഉടനെ തന്നെ അവരുടെ ആളുകൾ വന്നിട്ട് യാചകരെ തട്ടുന്നു. അതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെ ഒരു പുറം നാട്ടിൽ നിന്നുള്ള ഒരാൾക്ക് അങ്ങോട്ട് വന്ന് കൃത്യമായ രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ധൈര്യം അക്കാലത്ത് ഉണ്ടായില്ല. CC ക്യാമറ ഇല്ലാത്ത കാലത്ത് ഒട്ടും ഉണ്ടായില്ല. ഇന്നിപ്പോൾ അതൊക്കെ കുറേയേറെ മാറിയിരിക്കുന്നു. അപ്പൊ ഇതാണ് ധർമ്മസ്ഥലയിൽ നടന്ന സൗജന്യ കൊലക്കേസിന്റെ വിശദമായിട്ടുള്ള ഒരു ചിത്രം തന്നെ. ഇപ്പോഴും സൗജന്യ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി ഇങ്ങനെ ഏതോ ആർക്കും കാണാനാവാത്തൊരു മായാലോകത്ത് നിന്ന് കരയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ വേദന മനസ്സിലാക്കാൻ, അവളുടെ കണ്ണീര് തുടയ്ക്കാനായിട്ട് ഈ ആത്മാവ് എന്നൊക്കെ പറഞ്ഞൊരു സങ്കല്പം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇന്നും തേങ്ങുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷെ ധർമ്മസ്ഥലയിലെ കുറ്റങ്ങൾ ചെയ്ത് ഒളിച്ചിരിക്കുന്ന കുറ്റവാളികളായിട്ടുള്ള ആ ഭീകരന്മാരില്ലേ, സുന്ദരന്മാര്, കോമളന്മാര് എന്നൊക്കെ പറയാം, അവരൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരിഞ്ഞ എത്ര വലിയ പണത്തിന്റെ മുകളിൽ കയറി, പണച്ചാക്കിന്റെ മുകളിൽ കയറി ഇരുന്ന് സുഖിച്ച് ലോലുപരായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയാലും അവരെ കാത്ത് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കർമ്മ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിരിച്ചടിക്കും, അത് വന്ന് ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.